നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജിനു. നമ്മൾ ഇന്നൊരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം അടുപ്പിച്ച് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഉത്സവ സീസൺ ആയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം ഒന്ന് പറഞ്ഞു തീർത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഊട്ടുപാറ മലനട ക്ഷേത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്നത് മലനട ക്ഷേത്രത്തിൻ്റെ കോട്ടയാണ്. അപ്പോൾ ഈ കോട്ടമല കയറാനായിട്ടാണ് അമ്പലത്തിൽ നിന്ന് കൊടി വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. കൊടി ഇറങ്ങുന്ന വിശേഷങ്ങളെല്ലാം വരണം. കുംഭഭരണ ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. മലനട ക്ഷേത്രമാണ്, മഹാദേവ ക്ഷേത്രമാണെന്നുണ്ടെങ്കിലും കുംഭഭരണ ദിവസമാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. അപ്പോൾ കൊടി എഴുന്നള്ളത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കൊടി എഴുന്നള്ളത്ത് ഒരു 7 ദിവസം നടന്നതിന് ശേഷം ഇപ്പോൾ നിലവിൽ കൊടിക്കീഴിൽ പറടിയിൽ അമ്പലത്തിലുണ്ട്. ഈ ബാക്കി കാണുന്ന അമ്പലമല്ല, ക്ഷേത്രം ഞാൻ പുറകെ കാണിച്ചു തരാം. അപ്പോൾ ഈ കുംഭഭരണ ദിവസം ക്ഷേത്രത്തിൽ നിന്നും കൊടി എഴുന്നള്ളി ഈ കോട്ടമല കയറിയിട്ടൊക്കെയാണ് മറ്റ് ക്ഷേത്രങ്ങളിലേക്കും വീടുകളിലും ഒക്കെ പറയെടുത്തിട്ട് തിരിച്ച് വലിയ ആഘോഷപൂർവ്വം തിരിച്ചു വരുന്ന ചടങ്ങുണ്ട്. ഇപ്പോൾ ഊട്ടുപാറ മലനട ക്ഷേത്രത്തിൻ്റെ നമ്മളതിൻ്റെ പറയുമ്പോൾ ഒരു മലനട ക്ഷേത്രത്തിലെ പറ്റി എടുത്ത് പറയുമ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയ്ക്ക് വെക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, മലയ്ക്ക് വെക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഞങ്ങളുടെ ഊട്ടുപാറ മലനട ക്ഷേത്രം. അപ്പം ഓമലൂർ, പത്തനംതിട്ട ജില്ലയിലെ ഓമലൂർ പുത്തൻപേടിയ ഭാഗത്തായിട്ടാണ് ഈ മലനട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മലയ്ക്ക് വെക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റു കുറേ വിശേഷങ്ങളുണ്ട്. അപ്പോൾ ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട 2 ചേട്ടന്മാരുടെ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാം. ഊട്ടുപാറ മലദേവൻ ശരണം. 999 മലയ്ക്ക് ശ്രേഷ്ഠമായ മലയാണ് ഊട്ടുപാറ മലനട. ആ ഊട്ടുപാറ മലനടയുടെ കോട്ട കയറുന്ന കോട്ടപ്പുറമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുംഭഭരണി ദിവസമാണ് നമ്മുടെ കോട്ടകയറ്റം. അതിന് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും തൃക്കൊടി എഴുന്നള്ളിച്ച് നമ്മുടെ ഈ കോട്ടപ്പുറത്ത് വന്ന് കോട്ട കയറിയാണ് കൊട്ടാരം, പനനാക്കാർ ദേവീക്ഷേത്രം, അതിനുശേഷം ഓമല്ലൂർ രക്തകണ്ഠസ്വാമി മഹാക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങ് മുറുക്കാൻ ചടങ്ങാണ്. ആ മുറുക്കാൻ ചടങ്ങെന്ന് പറയുമ്പോൾ അതിന് വേണ്ടുന്നത് ഒരടുക്ക് വെറ്റ, 5 പാക്ക്, ഒരു പൊയില, ചുണ്ണാമ്പ്, കലശം, കരിക്ക്. ഇത്രയും സാധനമാണ് നമ്മൾ മലയ്ക്ക് വെക്കുന്നത്. അപ്പം അതിന് മലയ്ക്ക് ഈ മുറുക്കാൻ ചടങ്ങിന് മറ്റൊരു പേരുകൂടുണ്ട്. പണ്ട് കാലങ്ങളിൽ അതിനെ അടുക്ക് വെക്കുക എന്നാണ് പറയുന്നത്. ഇപ്പം അത് മുറുക്കാൻ ചടങ്ങായി മാറിയിരിക്കുകയാണ്. അത് നമ്മൾ വെക്കുന്നത് നമ്മുടെ ഊട്ടുപാറ മലനടയിൽ തന്നെയാണ്. ഇവിടെ നമ്മൾ മാസാമാസം മലയാള മാസം 1-ാം തീയതി നമ്മൾ തലേന്ന് ഇവിടെ വന്ന് അപ്പൂപ്പിൻ്റെ മുമ്പിൽ ഒറ്റക്കെട്ട് മുറുക്കാനൊക്കെ വെച്ച് അനുവാദം മേടിച്ചതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഇതിൻ്റെ ദേവാലയം. അവിടെ ശ്രീകോവിലും കാര്യങ്ങളൊക്കെ, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ മുറുക്കാൻ ചടങ്ങ് കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂലസ്ഥാനം എന്നുള്ളതാണ് ഈ കോട്ടപ്പാറ. അപ്പോൾ ഏത് കാര്യം ക്ഷേത്രത്തിൽ ചെയ്യുന്നെങ്കിലും ഇവിടെ വന്ന് അനുവാദം മേടിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കർമ്മങ്ങളിപ്പോൾ ഒരു 100 പരക്കങ്ങളുണ്ട്. ഞങ്ങൾ ജനിക്കുന്നതിന് മുന്നേ ഇത് കണ്ടുവരുന്നതായത്. അപ്പോൾ അന്ന് തൊട്ടേ ആ ഒരു ആചാരങ്ങൾ അനിഷ്ടങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പം കുംഭഭരണി അടുത്തിരിക്കുകയാണ്. അപ്പൂപ്പൻ്റെ പറയൊക്കെ ഇരുന്നിടത്ത് 7 കരയിലും പോയി പറക്കൊക്കെ എടുത്തിട്ട് വന്ന് ഇപ്പം ഉത്സവം മാർച്ച് 4-ാം തീയതിയാണ് ഇവിടുത്തെ മെയിൻ ഉത്സവ ചടങ്ങ് നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തലേ ദിവസം പൊങ്കാലയുണ്ട്. പൊങ്കാല കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പൂപ്പന്മാർക്ക്, ഋതുക്കന്മാർക്ക് നമ്മൾ വെള്ളം കൊടി ചടങ്ങെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതൊരു പരമ്പൊക്കെ ഇട്ട് ഒരു 51 മുറുക്കാനൊക്കെ വെച്ച് അതിനകത്ത് ചുട്ട വകകളെല്ലാം നൈവേദ്യം എല്ലാം വെച്ചിട്ടാണ് അത് ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടി നമ്മൾ സമാപനം കുറിച്ചുകൊണ്ട് വെള്ളം കൊടി ചടങ്ങിലൂടെയാണ് ഇത് സമാപനം കുറിക്കുന്നത്. അങ്ങനെ ആണ്ടുതോറും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കർക്കിടക ചെറുപ്പുകൾ, കർക്കിടക മാസത്തിൽ രാമണ ചെറുപ്പ് 31 ദിവസമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൃശ്ചിക ചെറുപ്പ് 1-ാം തീയതി മുതൽ മകരവിളക്ക് വരെയും അതും കൊണ്ടാടുന്നുണ്ട്. അങ്ങനെ നല്ല പങ്കാളിത്തമുള്ള ഒരു ദേവാലയമാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതുപോലെ അപ്പൂപ്പൻ്റെ ഏറ്റവും ഇഷ്ട വഴിപാടെന്ന് പറയുന്ന മുറുക്കാൻ ചടങ്ങ് നമ്മൾ പറഞ്ഞു. അപ്പം അത് മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ, മറ്റ് മലനട ക്ഷേത്രങ്ങളിലൊക്കെ ഈ മുറുക്കാൻ ചടങ്ങ് നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ആ ഊട്ടുപാറ മലനടയിൽ ഈ മുറുക്കാൻ ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട്
അപ്പൂപ്പൻ്റെ തിരുനടയിൽ മുറുക്കാൻ വെക്കുമ്പോൾ മറ്റുള്ളിടത്തെന്ന് പറഞ്ഞെങ്കിൽ ഒരു ഊരാളിയോ അല്ലെങ്കിൽ ഒരു പോറ്റിയോ ആണെങ്കിൽ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ നമ്മുടെ മലനടയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊണ്ടുവരുന്ന ആളുടെ കാര്യങ്ങൾ ആ വ്യക്തി സ്വന്തമായിട്ട് തന്നെ പറഞ്ഞതിന് ശേഷം കരക്കാരും അതോടൊപ്പം തന്നെ ഊട്ടുപാറ മലനടയിലെ കമ്മിറ്റി അംഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ വന്ന ആളുടെ പാപമകറ്റണം ദോഷമകറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൂപ്പനെ വിളിച്ചു ചൊല്ലി പിന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ക്ഷേത്രം ഊട്ടുപാറ മലനട മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ മുറുക്കാൻ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. ആ വരുന്ന ആൾക്ക് അവർ പറയുന്നതല്ലാതെ തന്നെ നമ്മളൂടെ പറയുമ്പോൾ എല്ലാവരും കൂടി നിന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു പുണ്യം കൃത്യമായി കിട്ടുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഈ മുറുക്കാൻ ചടങ്ങായി ബന്ധപ്പെട്ട ആൾക്കാർ എത്തുന്നത് പിന്നെ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത പിന്നെ മാതാപിതാക്കൾ, അതോടൊപ്പം തന്നെ ഈ മറ്റ് ദോഷങ്ങളുള്ളവർ, അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ഉള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ രോഗമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കിടക്കുന്നവർ, അവരൊക്കെ അപ്പൂപ്പൻ്റെ തിരുനടയിൽ വന്ന് മുറുക്കാൻ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നല്ല ഫലമുണ്ടായിട്ടുണ്ടെന്നുള്ളത് അവർ തന്നെ നമ്മുടെ പിന്നെ കമ്മിറ്റിക്കാരോട് പറയുന്ന ഒരവസ്ഥ. അതാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾക്ക് ബന്ധപ്പെട്ട് നടക്കാൻ തന്നെ ഒരു വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഈ മലനടയുടെ ആചാരം എന്ന് പറഞ്ഞാൽ പടയണി എന്ന് പറഞ്ഞ ഒരു പഴയ കാലം തൊട്ടേ ആദ്യകാലം മുതലേ ഉള്ള ഒരു ഒരുപാട് കാര്യങ്ങളാണ്. അത് പടയണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമെന്ന് പറഞ്ഞാൽ ഊരാളി ആയിട്ട് ഒരാൾ മല തൊട്ടെടുക്കുന്ന ഒരാളാണ് ഊരാളി എന്ന് പറയുന്നത്. അവിടെ ക്ഷേത്രത്തിലെ ബില്ലും ശരവും ഞങ്ങൾ കമ്മിറ്റിക്കാർ അതിന് കച്ചയും ഒക്കെ കൊടുക്കും. കച്ചയൊക്കെ കെട്ടി അവർ മലയുടെ മുമ്പിൽ വിത്തും കരിക്കുമൊക്കെ ജനങ്ങൾ അവരോരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി വിത്തും കരിക്കുമായിട്ടൊക്കെ വരും. അവിടെ വന്നിട്ട് അവർ ഒരു നരുംകുട്ടി ഒന്ന് മുറുക്കാൻ വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അപ്പോൾ മല വിളിച്ച് ഇറങ്ങിക്കഴിയുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ മുറുക്കാൻ വെക്കുമ്പോൾ ആ കാര്യങ്ങൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ചടങ്ങാണ് പ്രധാനപ്പെട്ട് പിന്നെ ഇവിടെ നടക്കുന്നത്. അത് നമ്മുടെ ഈ പടയണി എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാനായി ഉത്സവ സംബന്ധമായിട്ട് പടയണി വെക്കുമ്പോൾ 4 ദേശത്തു നിന്നും ആൾക്കാർ അത് കാണാൻ വരികയും മുറുക്കാൻ വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ അറിയാനും അതിന് പോകുമ്പടി അവിടെ നിന്ന് അപ്പൂപ്പൻ നിർദ്ദേശിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചടങ്ങ്, പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ മലനടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റന്നാളി മാർച്ച് 3-ാം തീയതി ഭരണിയുടെ തലേദിവസം. നേരത്തെ ഭരണിക്കായിരുന്നു, ഇപ്പം അത് ഭരണിക്ക് തലേദിവസമാക്കി. അപ്പം ഭരണിയുടെ ദിവസം തന്നെയാണ് ഇത് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഈ നമ്മുടെ പടയണി തുള്ളലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സമയം ഒത്തിരി ആയതുകൊണ്ട് പിന്നെ ഘോഷയാത്ര പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സമയം ഒത്തിരി പോകുന്നതുകൊണ്ടും അതിൻ്റെ തലേദിവസമാണ് ഇപ്പം പടയണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാർച്ച് 3-ാം തീയതിയാണ് പടയണി നടക്കുന്നത്. അത് നല്ല ജനപങ്കാളിത്തത്തോടു കൂടിയാണ് നടക്കുന്നത്. വരുന്ന ഭക്തരുടെ കാര്യങ്ങളെല്ലാം അപ്പോൾ പിന്നെ പറഞ്ഞ് തുള്ളി ആ കാര്യങ്ങൾ അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ വരെ ചൊല്ലി പറയുന്ന ഒരു ചടങ്ങാണ് പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത്. അത് ആ പടയണി എന്ന് പറയുമ്പോൾ മല വിളിച്ചിറക്കി കഴിയുമ്പോഴത്തെ തന്നെ മുറുക്കാൻ ഇങ്ങനെ ഓരോ വ്യക്തികളും അവരുടെ ആവശ്യങ്ങൾ അറിയാൻ വേണ്ടി മുറുക്കാൻ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ഈ പടയണി മല വിളിച്ചിറക്കുക എന്ന് പറയുന്നത്. മല വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഊരാളി പിന്നെ ഈ മുറുക്കാൻ്റെ എല്ലാം കൊണ്ടുവച്ച ആൾക്കാരുടെ കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് ഉടൻ തന്നെ അതിൻ്റെ നിർദ്ദേശങ്ങൾ, ചിലപ്പോൾ നമ്മൾ വെച്ചത് മറ്റൊരാൾക്ക് ദോഷമാണെങ്കിൽ നീ ചെയ്ത ദോഷമാണെന്ന് തന്നെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെയാണ് ഈ പിന്നെ ഈ പടയണി നടക്കുന്നത്. പടയണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരിയും പേര് മുറുക്കാനുമായിട്ട് എത്തുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾ അറിയാൻ വേണ്ടി, കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അപ്പോൾ ഈ പറയുന്നൊരു കുട്ടി ഏത് കാര്യങ്ങളായാലും നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ആ ഊരാളി ഇങ്ങോട്ട് തന്നെ പറയും. ആ പറഞ്ഞിട്ട് അതിന് പരിഹാരം പറയുന്ന ഒരു ഇത് ആണ് പടയണി എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ. എല്ലാവർക്കും നന്ദി. നമ്മുടെ ഈ കോട്ടപ്പാറയിൽ ഈ ഇരിക്കുന്ന ശില നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം തന്നെയാണ്. അടിയിലെങ്ങും ഒരു പിടുത്തമില്ല. മറ്റൊരു സാധാരണ ഒരു വലിയ പാറയുടെ മുകളിൽ ഒരു പാറ കുത്തനെ ഇരിക്കുന്ന അതാണ്. നമുക്കറിയാം എത്രയോ കാലങ്ങളിൽ ഭൂചലനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പ്രളയങ്ങളുണ്ടായിട്ടുണ്ട്. എങ്കിൽ ആ സമയത്തൊന്നും ഒരു കോട്ടവും സംഭവിക്കാതെ ഈ മല അല്ലെങ്കിൽ പാറ ഇങ്ങനെ ഇരിക്കുന്നത് വളരെ അത്ഭുതം തന്നെയാണ്. ഇത് അപ്പൂപ്പൻ്റെ ശക്തി തന്നെയാണെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസവും.
ഈ മലയ്ക്ക് വെക്കുക, മുറുക്കാൻ വെക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് എന്തുവാണെന്ന് അറിയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അതൊരു ഹിന്ദു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് മലയ്ക്ക് വെക്കുക എന്നുള്ളത്. ചില തടസ്സങ്ങൾ മാറാനും മറ്റ് ചില ആഗ്രഹസിദ്ധിക്കും ഒക്കെ വേണ്ടി ചെയ്യുന്നൊരു വഴിപാടാണ് ഈ മലയ്ക്ക് വെക്കുക അല്ലെങ്കിൽ മുറുക്കാൻ വെക്കുക എന്നൊക്കെ പറയുന്ന ചടങ്ങ്. അപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരാളൊരു ഇച്ചിരി ഒരാളല്ല, നമുക്ക് എവിടെ നിന്നെങ്കിലും കുറച്ച് കാശ് കിട്ടാനുണ്ടെന്ന് ചോദിച്ചു. അത് ഇവിടെ വരവുണ്ട്, നമ്മൾ തൊട്ട് മുമ്പ് വരെ വന്നു, പക്ഷെ നമ്മുടെ കയ്യിലോട്ട് വന്നില്ല, അത് പോയി. ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഞാനിപ്പോൾ ക്യാഷ് എന്ന് പറയുന്നേ ഉള്ളൂ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ ഒരു ഫലപ്രദമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളും അതിൻ്റെ ഈ പറഞ്ഞത് പ്രകാരം അല്ലാതുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചാൽ മതി. വലിയ ചിലവൊന്നുമില്ലാതെ നടക്കുന്ന ഒരു പൂജ തന്നെയാണ്. അത് നമ്മൾ ഊട്ടുപാറ മലനട ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയും ഭാരവാഹികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയൊക്കെ നമുക്കറിയാൻ സാധിക്കും. ഇതാണ് ഊട്ടുപാറ മലനട ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇത് ചുറ്റോട് ചുറ്റും ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇത്ര ഭാഗങ്ങൾ കാണിച്ചുള്ളൂ. നമ്മളിനി ഇതിൻ്റെ വീഡിയോയിൽ ബാക്കിയായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ തൃക്കൊടിയും കൊണ്ട് എഴുന്നള്ളവും പറയടിയിലുമുണ്ട്. ഈ തൃക്കൊടി എഴുന്നള്ളത്തും പറയടിയിലുമാണ് ഞാൻ ഇനി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഈ വീഡിയോ പൂർത്തിയാക്കാം. ആ കാഴ്ചകളോട് നിങ്ങളൊന്ന് കാണുക.